guys, welcome back. It's me, Kevjit. അപ്പോൾ നമ്മളിന്ന് റിയാക്ടിങ് വീഡിയോ ഇടുന്നത് ഫണ്ടാന്ന് പറഞ്ഞൊരു വീഡിയോയുടെ റിയാക്ടിങ് നമ്മൾ ചെയ്യാം. അപ്പോൾ റിയാക്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നോക്കാം. നല്ല കോമഡി വീഡിയോ അത്. മഴ ഇപ്പം കുറച്ച് കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. എങ്കിൽ പിന്നെ നാളെ തൊട്ട് ഉച്ച മുളക്കണ വെയിലായിരിക്കും. മഴയൊക്കെ ശക്തമായിട്ട് പെയ്ത കുറെ സ്ഥലങ്ങൾ വെള്ളത്തിലാവും. പണ്ട് 1980 തുടങ്ങി. അന്ന് ഇപ്പൊ പോലത്തെ ഒരു മഴ പെയ്ത് എല്ലാ സ്ഥലങ്ങളും ആർക്കും പരസ്പരം സഹായിക്കാൻ പോലും നിവൃത്തിയില്ലാതായി പോയി. അങ്ങനെ എല്ലാവരും പകച്ചു നിന്നപ്പോ ഇത് മാത്സ് അല്ലേ? ജനിച്ചിന് വല്ല പ്രശ്നമുണ്ടോ? അത് ഞാൻ ക്വാളിറ്റി കൂട്ടുണ്ടാവും. ക്വാളിറ്റി സെയിമല്ലേ? എങ്കിൽ പിന്നെ നാളെ തൊട്ട് ഉച്ച മുളക്കണ വെയിലായിരിക്കും. മഴയൊക്കെ ശക്തമായിട്ട് പെയ്ത കുറെ സ്ഥലങ്ങൾ വെള്ളത്തിലാവും. പണ്ട് 1980 തുടങ്ങി. അന്ന് ഇപ്പൊ പെയ്യണ പോലത്തെ ഒരു മഴ പെയ്ത് എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിലായില്ലേ. ആർക്കും പരസ്പരം സഹായിക്കാൻ പോലും നിവൃത്തിയില്ലാതായി പോയി. അങ്ങനെ എല്ലാവരും പകച്ചു നിന്നപ്പോഴാണ് അച്ഛന്റെ മാസ് എൻട്രി. അതെ, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ സമയത്ത് ആ നാട്ടിൽ അച്ഛന് മാത്രമേ നീന്താ അറിയാവുള്ളൂ. സത്യം? ഈ കഥ എങ്ങനെയാ നീ അറിയാ? എന്തിരിക്കണ്, അച്ഛന്റെ പുളുക്കഥയില് അച്ഛൻ സൂപ്പർ ഹീറോയും ബാക്കി നാട്ടുകാർ മൊത്തം പുളുന്താന്മാരായിരിക്കുമല്ലോ. പുളുക്കഥ മക്കളെ, ഇതൊക്കെ ബേസ്ഡ് ട്രൂ ഇവന്റ്സ് ആണ്. ദൃസാക്ഷികളുണ്ട്. ആരാണ് ആ ദൃസാക്ഷി? ഞാൻ തന്നെ. ഇത് റിയൽ ഇവന്റ്, ഇത് ശരിക്കും നടന്നതാണ്. കണ്ട ആളുണ്ട്. വാക്ക് പറയാൻ പറ്റില്ല. ദൃസാക്ഷി അത് അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ കണ്ട ആളുണ്ട്. ഇത് കണ്ട അറിയുന്ന ഒരാളുണ്ട്. ഇയാളെന്താ പറയുന്നത് വെച്ചാൽ ഞാൻ തന്നെയാണ്. ബാക്കി കേക്കി. അങ്ങനെ ആ നാട്ടുകാരെല്ലാം പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ്. എനിക്ക് നാട്ടുകാരെ രക്ഷിക്കണം, രക്ഷിച്ചേ പറ്റൂ, ഞാനല്ലേ സൂപ്പർ ഹീറോ. അങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോണുണ്ട്. അതില് പിടിച്ച് ഞങ്ങൾ തൂങ്ങി ഇറങ്ങി. എന്നിട്ട് നാട്ടുകാരെ മൊത്തം അച്ഛൻ തോളിലേന്തി. എല്ലാരും തോളിലേന്തിയില്ല, കുറച്ച് കുട്ടികളെ ഞാൻ കയ്യിലാണ് ഏന്തിയത്. ഒരു ചെറുക്ക മൂത്ര വെച്ച പാടിപ്പോഴും ഉണ്ടാണ്. ശ്രമിച്ചു. അങ്ങനെ അച്ഛൻ എല്ലാവരെയും തൂക്കി പറക്കി ഒരു സേഫ് ആയിട്ട് പ്ലേസിൽ കൊണ്ടിറക്കി. ഇത് കണ്ട ഹെലികോപ്റ്റർ ഓപ്പറേറ്റർ അച്ഛനെ നോക്കി സല്യൂട്ട് അടിച്ചു. തെറ്റി സല്യൂട്ട് മാത്രമല്ല, ഒരു ഫ്ലൈയിങ് കിസും തന്നു. ഈ കഥ വരെയല്ലേ നിങ്ങൾക്ക് അറിയാലോ. ഫ്ലൈയിങ് കിസും സല്യൂട്ടും തന്നതിന് ശേഷം ഒരു സംഭവം നടന്നു. എന്തോന്ന് സംഭവം? ഹെലികോപ്റ്റർ ഓപ്പറേറ്ററെ സല്യൂട്ട് അടിക്കാൻ വേണ്ടി കൈ പൊക്കിയപ്പോഴേ ഹെലികോപ്റ്ററിന്റെ താളം തെറ്റി. കൺട്രോൾ അങ്ങ് പോയി. താളം തെറ്റ ഇത്ര നേരം ഹെലികോപ്റ്റർ ഭരതനാട്യം കളിച്ചോണ്ടിരിക്കുകയല്ലേ ഇരുന്ന കഥ കേക്കടേ ബാക്കി. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഹെലികോപ്റ്റർ ആടി ഉലയണം. എനിക്കാണെങ്കിൽ ഹെലികോപ്റ്ററെ രക്ഷിക്കണം, താഴെ പിള്ളേരെ രക്ഷിക്കണം. അങ്ങനെ ഹെലികോപ്റ്റർ ഓപ്പറേറ്ററിനെ വിളിച്ചു പറഞ്ഞു, രഘുഭായ് ബച്ചാവോ ബച്ചാവോ. അരങ്ങം പറയുമ്പോഴേ എന്റെ രോമം പൊങ്ങണം. എന്റെ രോമൻ ചത്ത്, നിന്റെ കോമ സ്റ്റേജില്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഒരു കയ്യിൽ ഹെലികോപ്റ്റർ ഇങ്ങനെ പിടിച്ച് മറ്റേ കയ്യിൽ പിള്ളേരും കണ്ടാ ഇങ്ങനെ പിടിച്ച് രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് നിർത്തി. അങ്ങ് നല്ല പൈസ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഇല്ല, ജിമ്മിലൊന്നും പോക്കില്ലല്ല. ചക്കച്ചുളകണക്കായി ഇങ്ങനെ നിർത്തി ഞാൻ. അച്ഛാ, 2018 കഥ കഴിഞ്ഞ പേമാരിയിൽ അച്ഛൻ പറഞ്ഞതാണ്. അതവിടെ നിക്കട്ട്. ഇതിന്റെ ഇടയിൽ എവിടെ നിന്നാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ വന്നത്? അതാരെ മക്കളെ? അച്ഛാ, രാവിലെ HBO ഇരുന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഇരുന്ന് കണ്ടിട്ട് ആരെന്നാ അതിലേക്ക് ഒമാരെ സിനിമ ആക്കിയ. ചേടാ, ഒമാർ എന്റെ ജീവൻ ചുരണ്ടിച്ചോണ്ട് തന്നെട്ടാ കുറെ സിനിമ ആക്കിയത്. കുറെ അരി വാങ്ങിക്കുന്നുണ്ട് ഒമാര്. അച്ഛനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. ചോദ്യയുടെ മക്കളെ, അച്ഛൻ ഫ്രണ്ട്ലി അല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ലേശമെങ്കിലും ഉടുപ്പുണ്ടോ തന്തേ? സത്യം. അമ്മ, ഈ അച്ഛൻ എന്തൊരു തള്ളമ്മ. പ്രായം കൂടുന്തോറും തള്ളിന്റെ വീര്യം കൂടി കൂടി വരണം. ചക്കാധികം കഴിക്കണ്ട. ആ തള്ളിയല്ലേ മക്കളെ ഈ അമ്മ വീണത്. അമ്മ ഇത്രയ്ക്ക് മണ്ടിയായിരുന്നാ? ആ പ്രായത്തിൽ എനിക്ക് തലയിൽ കളിമണ്ണായിരുന്നല്ലോ, അതാണ്. ഇപ്പൊ കളിമണ്ണ് മാറി ചെളിമണ്ണായി. ഇതൊന്നും അല്ല, പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞത് കാണണവരെന്ന്. നിങ്ങൾ അപ്പൂപ്പൻ, അതായത് എന്റെ അച്ഛൻ ഇതിനെക്കാട്ടി വലിയ കീർവാണവരെന്നു അപ്പൂപ്പൻ പറഞ്ഞേന്.
ഡിനോസറിന്റെ മുട്ടേ അപ്പം വീട്ടിലിരുത്തി അടയിരുത്തി ഉണ്ടാക്കിയ കുഞ്ഞിനെയാണ് ജുറാസിക് പാർക്ക് സിനിമയിൽ അഭിനയിപ്പിച്ചായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ അച്ഛൻ എന്റെ മണത്താവ് പറയാണ് അനാക്കോണ്ടിന്റെ മുട്ട അങ്ങേരെ വീട്ടിലിരുത്തി അടയിരുത്തി ഉണ്ടാക്കിയാണ് അനാക്കോണ്ട സിനിമയിൽ അഭിനയിപ്പിച്ചായിരുന്നു. അപ്പൊ തന്നെ എന്റെ അച്ഛന് നിങ്ങളുടെ അച്ഛനെ ബോധിച്ചു. കല്യാണം 2 മാസത്തിനകം നടത്തി. തള്ളു ഫാമിലി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അച്ഛൻ പറഞ്ഞ ചില കഥകൾ സത്യമുള്ളൂ. അതേത് കഥ? മഴവെള്ളപ്പാച്ചില്ലേ ഹെലികോപ്റ്ററിൽ തൂങ്ങിയിറങ്ങിയ ഒരു കഥ ഉണ്ട്. ആ കഥ നമ്മൾ കേട്ട്. ഞാൻ കേട്ടപ്പോഴേ വല്ലാണ്ട് കണ്ണീര് വന്നുപോയി. തലയിലെ കളിമണ്ണ് ചെളിമണ്ണായി, ചെളിമണ്ണ് ഇപ്പൊ പാഴ്മണ്ണായെന്നാണ് തോന്നണം. അമ്മ നിങ്ങൾ 2018 സിനിമ കണ്ടിട്ടില്ലേ? കണ്ട് പിന്നീടല്ലേ മനസ്സിലാവണത് അത് നിങ്ങളുടെ അച്ഛന്റെ കഥയാണെന്ന്. ആ കഥ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മഴ, തണുപ്പ്, രഘുവിന്റെ സ്കൂളിൽ ഒരു പാട്ട്. ആഹാ, ഒരു പാട്ട് പാടാം. മിന്നൽ വള കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി അവിടെ തുടങ്ങി. ഞാൻ മിക്സി എടുത്ത സ്ഥിതിക്ക് ക്യാരറ്റ് ജ്യൂസ് അടിച്ചു. ഫോണിൽ ചാർജറിന് സ്വിച്ച് ഓഫ് ആയി. കാണാതെ പയ്യുന്ന തോന്നലായി, കാണാതിരിക്കാൻ വയ്യല്ലേ? അവൻ പറഞ്ഞ കറക്റ്റ് തന്നെ. ചക്കപ്പഴം കഴിക്കേണ്ടിയിരുന്നു. തേങ്ങയുടെ തുള്ളിലായി കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വള. എന്റെ മിന്നൽ വള കത്തിപ്പോയെന്നാണ് തോന്നണം. സത്യം. കറണ്ടും പോയി. ഞാൻ ഇങ്ങനെ മിക്സി അടിക്കും. ഞാൻ എന്തിനത് ജലജേ? നിങ്ങൾ കറണ്ട് പോയിപ്പിച്ച ചേടാ, എനിക്ക് വേലയും കൂലിയില്ലാതെ വെറുതെ ഇരിക്കണം പറഞ്ഞോണ്ട് എല്ലാരോടും എന്റെ മണ്ടേ കയറണ. ഇത് കൊള്ളാം. അമ്മ കറണ്ട് പോയി, ഫോണിൽ ചാർജ് ഇല്ല, 0%. ഗുഡ് ബൈ. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഏത് സമയം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ചാർജ് എടുക്കണം വല്ലപ്പോഴും. എന്റെ ഫോൺ പോയി എടുത്തു നോക്ക്. അതിന് 99.9% ഉണ്ട് ചാർജ്. ആ ഫോൺ തന്നെ ഈ ഫോൺ. എന്റെ ഫോണ് കുത്തി ചാർജ് തീർന്നപ്പോഴേ അത് ഞാൻ ഒരു മൂലക്ക് ഇരുത്തി. അപ്പൊ നോക്കി തൊട്ടപ്പുറത്തെ മൂലയ്ക്ക് നിങ്ങളെ ഫോൺ ഇരിക്കണം. അത് കുത്തി ചാർജ് തീർത്തപ്പോ ചാർജ് കൊണ്ട് വെക്കാൻ നോക്കിയപ്പോ കറണ്ട് പോയി. മഹാഭാവി, ഫേസ്ബുക്കിന് തോണ്ടാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നാണ് ആ മൊബൈലിൽ. ഇനി ഞാൻ എന്തെല്ലാം തോണ്ടും. ഇനിയിപ്പോ മൂക്കിരുന്ന് തോണ്ട്. ഓ, ഫോണില് ഫുൾ ചാർജ് ഉള്ളതിന്റെ അഹങ്കാരമായിരിക്കും. എല്ലാത്തിനും ഈ അച്ഛനാണ് കാരണം. പ്രകൃതിക്ക് പോലും അച്ഛന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രകൃതി കോപിച്ചതാണ്. പ്രകൃതി കോപമൊന്നുമല്ല, പ്രകൃതിക്ക് എന്റെ അടുത്ത് അസൂയ. ഈ പാട്ട് ആരെയും കേട്ട് എന്നെ സിനിമയിൽ പാടാൻ വിളിച്ചാലോ എന്നുള്ള അസൂയാണ് പ്രകൃതിക്ക്. പ്രകൃതിക്ക് നന്ദി. ഹലോ, അവിടെ ആരുമില്ലേ? ഹലോ. ഒരുത്തന് കണ്ടു. അവൻ ബാത്റൂമിൽ ലൈറ്റിൽ അത് കുറ്റിയിരിക്കാണ്. വെള്ളവും തീർന്നിട്ടുണ്ട് കേട്ടാ. കൺഗ്രാജുലേഷൻ. ആരെങ്കിലും ഒരു തൊട്ടി വെള്ളം തൊട്ടല്ലോ. ഇവിടെ മൊത്തം ഇരുട്ട്, ഒന്നും കാണാൻ വയ്യ. അല്ലെ ചാമ്പിലെടുത്ത് തുടയടേ. ശീതൾ അലക്സാണ്ടറുടെ ഫോട്ടോസ് കാണാൻ ഇതിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ എന്തരമായിരുന്നു തോണ്ടണ? ഫോൺ എന്റെ ഫോണിലെ ചാർജ് ഉള്ളൂ, ഞാൻ തന്നെ വിളിക്കാം. ഹലോ, ലൊക്കാലിറ്റിയിൽ കറണ്ട് ഇല്ല. ഇവിടെയും കറണ്ട് ഇല്ല. അവിടെ കറണ്ട് വരുമ്പോൾ ഇവിടെ ഒന്ന് വിളിച്ച് പറയണേ. ഓക്കെ. അവിടെയും കറണ്ട് ഇല്ല. തരൂല. ഫോണിലെ ചാർജ് മറ്റുള്ളവർക്ക് അനാവശ്യമായി കൊടുത്ത് പാഴാക്കാൻ എനിക്ക് താല്പര്യമില്ല. സോറി. എല്ലാ വീട്ടിലും സോളാർ ഇൻവെർട്ടറും ഉണ്ട്. ഇവിടെ മാത്രം ഒന്നുമില്ല. ഇരുട്ടത്തിരിക്കാണെന്ന് തോന്നുന്നു വിധി. പിന്നെ ഈ എമർജൻസി എന്ന് പറഞ്ഞത് ലൈറ്റ് ഇല്ലാതെ അമ്പഴങ്ങി. ആകെ ഉള്ളത് ഒരു തള്ളച്ഛനും ഒരു നിർഗുണ അമ്മയും. ആയ കാലത്ത് ഞാൻ കുറെ ഉണ്ടാക്കിയിട്ടതാണ്. പേരുദോഷായിരിക്കും. ജലജെ, നീ അത് പറയരുത്. അങ്ങനെ പറയണ്ടെങ്കിലേ ഫേസ്ബുക്കിൽ ഞോണ്ടാൻ തരും. അച്ഛാ, ഈ വരും ദിവസങ്ങൾ മൊത്തം മഴയായിരിക്കും. അപ്പൊ കറണ്ടും കാണൂല. നമ്മൾ ബേസിക് നീഡ്സിന് കറണ്ട് വേണ്ടേ? അച്ഛൻ അറിയാമോ, കക്കൂസിന്ന് ഇറങ്ങിയത് പോലും എനിക്ക് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. കഴിവില്ലടാ നീ. ബേസിക് നീഡ്സ് ഈ കറണ്ടൊക്കെ എന്നാണ് ഉണ്ടായത്? മക്കളെ, നിന്റെയൊക്കെ പ്രായത്തിലെ ഞാനും ചിറ്റപ്പനും വല്യച്ഛനൊക്കെ ചിമ്മിനി വിളക്കിന്റെ ചുറ്റിലിരുന്നാണ് പഠിച്ചതെന്നായിരിക്കും. എവിടെ നിന്ന് കുറ്റിപ്പീടി വലിച്ച് ചീട്ട് കളിച്ച കാര്യം പറഞ്ഞത്. അങ്ങനെയല്ലേ കുടുംബം മുച്ചോട് മുടിഞ്ഞത്.
കള്ള ചിറ്റപ്പൻ തക്കാളി കറി അവനാണ് എല്ലാം കൊണ്ടുപോയത് ചീട്ട് കളിച്ച്. നിങ്ങൾ ചീട്ട് കളിച്ച് കുടുംബം ഇല്ലാതാക്കി. പക്ഷെ ഞാൻ അങ്ങനല്ല, കഷ്ടപ്പെട്ട് ഇല്ലാത്ത വെളിച്ചം ഉണ്ടാക്കി പഠിച്ച്. എന്നിട്ട് എന്തരായി? അന്ന് അമ്മ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചോണ്ട് ഇപ്പം ഈ ഇരുട്ടത്തിന് കസേരയിൽ ഇരിക്കണം. പഠിക്കുന്നതാനും വെറുതെ ആയില്ല. എന്റെ ബലമായ സംശയം ഈ ഏരിയയിൽ കറണ്ട് പോവാൻ കാരണം അവനാണ്. ആര്? നിങ്ങളെ മാമൻ, എവളുടെ ആങ്ങള ജലധരൻ. കാരണം അവൻ KCB-യിലാണ് വർക്ക് ചെയ്യുന്നത്. അവ എനിക്ക് തെറിഞ്ഞ് പണി തന്നതാണ്. തുടങ്ങി. ഇനിയിപ്പോ മഴ പെയ്യിപ്പിക്കണത് അവനാണെന്നങ്ങ് പറയും. വേണമെങ്കിലേ അവൻ നമ്മുടെ വീടിന്റെ മുകളിൽ 10 ആളെയും കൂട്ടി പ്ലെയിനിൽ വന്നിട്ട് ആ ആൾക്കാരെ കൊണ്ട് പിടിപ്പിച്ച് മഴ പെയ്യിപ്പിക്കും. അവൻ വേറൊരു തക്കാളിയാണ്. ആൾക്കാർക്ക് കുറെ കണക്കല്ലേ മൂത്രം സഞ്ചിങ്ങനെ കൊടുക്കാൻ. എന്തരച്ചാ മാമനെ പറ്റി ഇങ്ങനെയൊക്കെ പറയണ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ മക്കളെ. ശക്തമായ മഴ കാരണം അച്ഛന് പണിയില്ല, പൈസയില്ല. ഇവിടത്തെ അരി വേവോ അവ എനിക്കിട്ട് പണിതതാണ്. അവൻ തന്നെ. അതിന് നിങ്ങൾ മഴയില്ലാത്തപ്പോഴും പണിക്ക് പോകില്ലല്ലേ? മഴയില്ലാത്തപ്പോ വെയിൽ വരുത്തും. വെയിലത്ത് ഞാൻ പണിക്ക് പോരെന്നവൻ അറിയാം. എന്റെ പണിയെല്ലാം ഞാൻ വീട്ടില് സ്കൂളിൽ ഡുവറ്റടിച്ചിരിക്കുമെന്ന് അവനറിയാം. എന്നെ കുടുംബം നശിക്കൂലേ? കിട്ടൂല. കറണ്ട് വന്നാ മതിയായിരുന്നു. 4 പേരും കൂടെ 4 മൂലയിൽ പോയി ഫോൺ കുത്തി ഇരുന്നേനെ. എടി അവന് മാസം 10-40 ശമ്പളം കിട്ടുന്നതല്ലേ? ഒരു 39,000 രൂപ അവൻ എന്റെ കയ്യിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയാ തരാതിരിക്കാൻ ആ കടക്ക് നാണമില്ലേ? 5,000 രൂപ. ഞാൻ ജോലിക്കൊന്നും പോണ്ട, ഇവിടത്തെ ചെലവ് ഞാനിവിടെ നോക്കോളാം എന്ന് അവൻ എപ്പോഴെങ്കിലും ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞുണ്ടാ? അതെണ്ടി യോഗ്യത. നേഴ്സറി പഠിക്കുന്ന പിള്ളേരെ അവനെ തെറി വിളിക്കും. കച്ചറ. അങ്ങനെ തന്നെ പറയണം മക്കളെ. നിങ്ങൾക്ക് KCB-യിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് എന്റെ ആങ്ങള. ജോലി നമുക്കളെ കേട്ടോ? ലൈൻമാൻ ആയിട്ടാണ്. എന്നെ പോസ്റ്റ് കയറ്റിട്ടെ പോസ്റ്റ് അറുത്തിടും. ഞാൻ മരിക്കും. അപ്പൊ ഇവിടെ വേറെ ഒരുത്തൂടെ പോകും. അതൊക്കെ നിങ്ങൾ തീർന്നെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ദുഷ്ടി. സോളാറിലും ഇൻവെർട്ടറിലും തുടങ്ങിയതാണ്. ഇതിപ്പോ എവിടെ എത്തി നിക്കണ? സത്യം. അച്ഛാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി അതും രണ്ടുപേരും പറഞ്ഞിട്ട് കാര്യമില്ല. നോ മോർ കോംപ്രമൈസ് മക്കളെ. ഐ വാണ്ട് ഡിവോഴ്സ് ടുനൈറ്റ്. ഞാൻ രക്ഷപ്പെട്ടു. ഈ ഇരുട്ടത്ത് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ? ഇരുട്ടത്ത് തന്നെ വേണം. കാരണം കറണ്ട് വന്ന എനിക്കുള്ള മുഖം കാണാൻ വയ്യ. അതുകൊണ്ട് നിന്നെ ലക്ഷ്യങ്ങൾ മുടക്കി പഠിപ്പിച്ച കോഴ്സുകൾ എന്തായി? അച്ഛാ മാമൻ തന്നെ കറണ്ട് പോയിപ്പിച്ചത് സത്യം. നോട്ടിഫിക്കേഷൻ വന്നു. അത് തന്നെ മക്കളെ. നിന്നെ കറണ്ടത്തിനെ പരീക്ഷയിൽ തോൽപ്പിക്കുന്നത് വരെ അവനായിരിക്കും. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എന്നെ എന്റെ കുടുംബത്തിനെ തള്ളി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സൈലേന്ദ്രയോടൊപ്പം സ്കൂളിൽ ഡ്യൂട്ടി അടിച്ച് നടക്കാനുള്ള പരിപാടിയല്ലേ? ചില തോന്നി വസം പറയുന്നത് സൈലേന്ദ്രന്റെ ഭാര്യ കണക്കാണ്. അല്ല ഭാര്യ കണക്കാണ്. നിങ്ങൾ ഒന്നും കിടന്ന് പറയണ്ട. എനിക്കെല്ലാം പുറിഞ്ചത്. നിനക്ക് എന്നാ പുറിഞ്ചത്? നിങ്ങളൊരു കള്ളൻ. കള്ളൻ നിന്റെ ആങ്ങള ജലധരൻ. കറണ്ട് കട്ട് തിന്നുന്നവൻ. പിന്നെ അവൻ ചോന്റോടൊപ്പം കറണ്ടല്ലേ കൂട്ടി കഴിക്കണം. നീ നിന്റെ കുടുംബം ഒരിക്കലും കുണം പിടിക്കൂടെ? കുണം പിടിച്ചോരവ ഞാൻ തൊഴുവട്ടെ. ഭർത്താവിനെ അഭിനയിക്കാൻ പഠിക്കണേ, ബഹുമാനിക്കാൻ പഠിക്കണേ. ഞാൻ ഭർത്താവിനെ നിന്ദിക്കാനേ പഠിച്ചിട്ടുള്ളൂ. ഇനി അവരെ പിടിച്ചാ കിട്ടൂല. കൈവിട്ടു പോയി. ഇനി ആരെങ്കിലും അന്ത്യം കാണണം. ഈശ്വര, കറണ്ട് ഒന്ന് വന്നിരുന്നെങ്കിൽ ഈ ഊസിയ സ്റ്റോക്ക് ഇവിടെ നിർത്തുമായിരുന്നു. എവിടെ ഞാനൊന്ന് കൊല്ലും. ആയുധധാരിയായിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കണല്ലേ? മരിക്കുള്ളൂ ഞാൻ നിന്റെ കൈ കൊണ്ട്. മരിക്കൂലെങ്കിൽ മരിപ്പിക്കും ഞാൻ. 10 രൂപ മുമ്പ് കറണ്ട് വരണേ. 1 2 3 4. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനാണ് കറണ്ട് പോയിപ്പിച്ചത്. ഇരുട്ടത്തിന്റെ പാക്കത്തിട്ട് വെക്കാനുള്ള പരിപാടിയായിരുന്നില്ലേ പെങ്ങൾക്ക് വാങ്ങളാക്കി. ഈ ഇരുതല മൂടി ഉള്ളപ്പോൾ ഇരുട്ട് ജീവിതം ഞാൻ മടുത്ത്. 8 9 9:15 9:30 9:45 9:45 അര പറഞ്ഞില്ലല്ല. അയ്യോ 10. കറണ്ട് ജലജ നീ എന്ത് വാക്കത്തിയായിട്ട് തേങ്ങ ഒതിക്കാൻ നിങ്ങൾ ഫുഡ് വേണമെന്നല്ലേ നേരത്തെ പറഞ്ഞത്? ഫുഡിന് തേങ്ങ വേണ്ടേ? എനിക്ക് അതിന് വേണ്ട. തന്നെ ഞാൻ
ഉത്സവനാക്ക് കുത്ത് കുത്ത്. എനിക്കൊരു കാര്യം പിടികിട്ടി. കുടുംബത്തിൽ KSEBക്ക് വലിയ പങ്കുണ്ട്. കറണ്ട് പോകുമ്പോഴാണ് അനാവശ്യമായ സംസാരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഇൻവെർട്ടറും ഒരു സോളാറും അത്യാവശ്യമാണ്. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. കറണ്ട് ഒന്നും പോവുകയൊന്നുമില്ല. ആഹാ, ചതിച്ചല്ലോ ഭഗവതി. വീണ്ടും പോയി. എടീ കാലമാടത്തി, എന്നെ വെട്ടോത്തിട്ട് കൊല്ലാൻ നോക്കിയിട്ട് നീ എവിടെ നിക്കണ്ടേ? ഞാൻ നിങ്ങളെ പുറകിൽ തന്നെ നിപ്പുണ്ട്. ഈ ചാനൽ സത്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫണ്ടാണ് അതിന്റെ പേര്. ഞാൻ ശരി, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.